ന്യൂജേഴ്സി തേൻപൈക്കിൽ വിമാനം വിളക്കുകാലിലിടിച്ചു, ഒഴിവായത് വൻ ദുരന്തം. പി. ചെറിയാൻ. ന്യൂജേഴ്സി തേൻപൈക്കിൽ വിമാനം വിളക്കുകാലിലിടിച്ചു, ഒഴിവായത് വൻ ദുരന്തം. നെവാർക്ക് ലിബർട്ടി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡിംഗിനിടെ യുണൈറ്റഡ് എയർലൈൻസ് വിമാനം വിളക്കുകാലിലിടിച്ചു. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിയോടെയാണ് സംഭവം നടന്നത്. ഇറ്റലിയിലെ വെനീസിൽ നിന്നുള്ള യുണൈറ്റഡ് ഫ്ലൈറ്റ് OTA-169 എന്ന ബോയിംഗ് 767 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ലാൻഡിംഗിനായി താഴ്ന്നു പറക്കുന്നതിനിടെ വിമാനം ന്യൂജേഴ്സി തേൻപൈക്കിലെ വിളക്കുകാലിൽ തട്ടുകയായിരുന്നു. തുടർന്ന് വിളക്കുകാലിന്റെ ഭാഗങ്ങൾ താഴെ പോവുകയും തേൻപൈക്കിലൂടെ സഞ്ചരിച്ചിരുന്ന ഒരു ട്രക്കിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. പരിക്കേറ്റ ട്രക്ക് ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് വിട്ടേച്ചു. വിമാനത്തിലുണ്ടായിരുന്ന 221 യാത്രക്കാരും 10 ജീവനക്കാരും സുരക്ഷിതരാണ്. വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്യുകയും യാത്രക്കാരെ പുറത്തിറക്കുകയും ചെയ്തു. ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനും നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡും സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂജേഴ്സി തേൻപൈക്കിൽ വിമാനം വിളക്കുകാലിലിടിച്ചു, ഒഴിവായത് വൻ ദുരന്തം. പി. ചെറിയാൻ. ന്യൂജേഴ്സി തേൻപൈക്കിൽ വിമാനം വിളക്കുകാലിലിടിച്ചു, ഒഴിവായത് വൻ ദുരന്തം. നെവാർക്ക് ലിബർട്ടി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡിംഗിനിടെ യുണൈറ്റഡ് എയർലൈൻസ് വിമാനം വിളക്കുകാലിലിടിച്ചു. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിയോടെയാണ് സംഭവം നടന്നത്. ഇറ്റലിയിലെ വെനീസിൽ നിന്നുള്ള യുണൈറ്റഡ് ഫ്ലൈറ്റ് OTA-169 എന്ന ബോയിംഗ് 767 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ലാൻഡിംഗിനായി താഴ്ന്നു പറക്കുന്നതിനിടെ വിമാനം ന്യൂജേഴ്സി തേൻപൈക്കിലെ വിളക്കുകാലിൽ തട്ടുകയായിരുന്നു. തുടർന്ന് വിളക്കുകാലിന്റെ ഭാഗങ്ങൾ താഴെ പോവുകയും തേൻപൈക്കിലൂടെ സഞ്ചരിച്ചിരുന്ന ഒരു ട്രക്കിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. പരിക്കേറ്റ ട്രക്ക് ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് വിട്ടേച്ചു. വിമാനത്തിലുണ്ടായിരുന്ന 221 യാത്രക്കാരും 10 ജീവനക്കാരും സുരക്ഷിതരാണ്. വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്യുകയും യാത്രക്കാരെ പുറത്തിറക്കുകയും ചെയ്തു. ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനും നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡും സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.